ഒരു ജില്ലാ ആശുപത്രി ഒന്നുമില്ലാത്തൊരു ആശുപത്രിയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് പാലക്കാട് വരെ ചെന്നാൽ മതി എന്നാണ് ഞങ്ങളുടെ പാലക്കാട് പ്രതിനിധി അറിയിക്കുന്നത്. രോഗികൾക്ക് ആശ്രയമാകേണ്ട പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പരാധീനതകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ അടക്കം നിരവധി ഒഴിവുകൾ ഇപ്പോൾ ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല എന്ന പരാതിയും ഉണ്ടാകുന്നു. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ OPയിൽ മാത്രം എത്തുന്ന ആശുപത്രിയാണ് പാലക്കാട് ജില്ലാശുപത്രി. ഈ പാലക്കാട് ജില്ലാശുപത്രിയെ ആരാണ് ഇല്ലാശുപത്രിയാക്കി മാറ്റുന്നത്? എന്നും പറയാനുള്ളത് പരാധീനതകളുടെ കഥകൾ മാത്രമാണോ? എന്താണ് ജില്ലാശുപത്രിക്ക് സംഭവിക്കുന്നത്? ഒരു വർഷത്തോളമായി ഡെപ്യൂട്ടി സൂപ്രണ്ടില്ല. ന്യൂറോളജിസ്റ്റ് തസ്തികയിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ അത്യാസന്ന നിലയിലുള്ള രോഗികളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ. അത്യാഹിത വിഭാഗത്തിൽ മാത്രം 2 ഡോക്ടർമാരുടെ കുറവ്. 1000-ലധികം പേർ ദിനംപ്രതി OPയിലെത്തുന്ന ആശുപത്രിയിലാണ് ഈ അവസ്ഥയെന്ന് ഓർക്കണം. സംസ്ഥാനത്ത് മറ്റ് പല ജില്ലകളും ആരോഗ്യ മേഖലയിൽ കുതിക്കുമ്പോഴും പാലക്കാട് ജില്ല കഴിഞ്ഞ ഏതാനും വർഷമായി കിതച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം അസാധാരണമായ വിധത്തിൽ വർദ്ധിക്കുമ്പോഴും അതിനനുസരിച്ച് ഡോക്ടർമാരെ ഇവിടെ ലഭ്യമാക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെടുകയാണ്. ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിട്ടും ഈ പാലക്കാടുകാരുടെ ഈ ദുരിതം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇവിടെ മതിയായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താൻ ഇവിടെ കഴിയുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ്. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. 500-ലേറെ കട്ടിലുള്ള ആശുപത്രിയിൽ പലപ്പോഴും 600ഓളം പേരെ പ്രയാസപ്പെട്ടാണെങ്കിലും കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കാറുണ്ട്. 90 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മാണ ഘട്ടത്തിലുമാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആരോഗ്യവകുപ്പിനെ പരിഹരിക്കാനാകുന്ന ഡോക്ടർമാരുടെ കാര്യത്തിൽ മാത്രം ഇതുവരെ നീക്കുപോക്കായില്ല. നിലവിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇല്ലാത്തതിനാൽ ഈ ജോലി കൂടി സൂപ്രണ്ട് നിർവഹിക്കേണ്ട അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രഖ്യാപിച്ച കിടത്തി ചികിത്സ വെറും പേരിന് മാത്രമെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തേണ്ട രോഗികളും പ്രധാനമായി എത്തുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ. ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയുടെ കുറവുകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ടോക്കൺ എടുക്കാൻ OP എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ തലേന്നാൾ തന്നെ ആശുപത്രിയിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ടോക്കൺ എടുക്കാനുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ടോക്കൺ എടുത്ത് കഴിഞ്ഞാലോ വെച്ചാൽ ഡോക്ടർമാർ തീരെയില്ല. ആവശ്യത്തിനത്ര ഡോക്ടർമാരില്ല. ന്യൂറോളജി ഡോക്ടറില്ല. ഡെപ്യൂട്ടി സൂപ്രണ്ട് തീരെ അവിടെ കാണാനേ ഇല്ല. ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കണമെന്ന് സർക്കാർ ഇതിന് തീരെ ഒരു നല്ല ഡെർമറ്റോളജി അങ്ങനെയുള്ള ഓരോ വകുപ്പിലും ഒരു ഡോക്ടർമാരും ഇല്ല. ഒരു ഫിസിഷ്യൻ ഉണ്ട്, കുറച്ച് കാര്യങ്ങളല്ലാതെ മെഡിക്കൽ കോളേജിൽ ഉള്ള ഡോക്ടർമാരാണെങ്കിൽ സമയത്തിന് വരില്ല. നമ്മൾക്ക് OP ടിക്കറ്റ് എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് പുതിയ സാങ്കേതികപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ഒരു കാര്യത്തിന് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോ പറഞ്ഞാൽ അവരിനെ ഒരുപാട് തരം ബുദ്ധിമുട്ടിക്കലും അങ്ങനെ അവർക്ക് മതിയായിട്ട് അവർ ഹോസ്പിറ്റലിൽ ചികിത്സ വേണ്ട അവർ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്.